ഹായ്, ഒരു പനീർ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ ഓയിൽ ചൂടാക്കിയിട്ട് അതിലോട്ട് ഗാർലിക്കും ഒനിയനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം പനീർ കുറച്ച് നേരം വെള്ളത്തിലിടുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ചത് നമുക്കൊന്ന് പേസ്റ്റാക്കി മാറ്റിയാലോ. അങ്ങനെ ഞാനിതാ പേസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ സമയം തന്നെ ഞാൻ ഈ പനീറിനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അത് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്യാം. പെപ്പറും ടർമറിക്കെല്ലാം ആഡ് ചെയ്യാം. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പനീറും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഞാൻ എക്സ്ട്രാ കുറച്ച് ഒറിഗാനും പെപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടു. അപ്പോൾ ഫുഡ് റെഡി. ബൈ.